വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. രാജകീയ പ്രവേശം. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറൂസലേമിലേക്ക് വരുന്നെന്നു കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, ദാവീദിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെ പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരിസയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. രാജകീയമായൊരു വരവേൽപ്പ്. യഹൂദന്മാരുടെ പെസഹ തിരുനാൾ ദിനത്തിൽ യേശു ജെറൂസലത്തിലേക്ക് വരുമെന്ന് ഒരു വാർത്ത നാട്ടിൽ പരന്നു. ജെറൂസലത്തിലേക്ക് എത്തുന്ന യേശുവിനെ കാണുന്നതിനും സാധിക്കുമെങ്കിൽ ഒരു വരവേൽപ്പ് നൽകുന്നതിനും വേണ്ടി കൂടെ ധാരാളം പേർ ദേവാലയ പരിസരത്തിൽ വന്നുകൂടിയിരുന്നു. അവരിൽ ഏറിയ പങ്കും സാധാരണ ജനങ്ങളായിരുന്നു. അവർ കേട്ടിരുന്നു മരിച്ചുപോയ ലാസറിനെ യേശു ഉയർപ്പിച്ചു എന്നുള്ള ആ വാർത്ത. അവരിൽ വലിയ അത്ഭുതവും വിസ്മയവും ആദരവുമാണ് അത് യേശുവിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് യേശുവിനെ ഒരു വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടി തന്നെ അവർ തയ്യാറായത്. യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ അവർ സ്വയം പ്രേരിതരായിട്ടെന്ന രീതിയിൽ തടിച്ചുകൂടിയ സാധാരണ ജനങ്ങൾ ഈന്തപ്പനകളുടെ പട്ടകളും ശൈത്യൻ കൊമ്പുകളൊക്കെ ഒടിച്ച് ഒരു രാജകീയമായിട്ടുള്ള വരവേൽപ്പ് തന്നെ യേശുവിന് നൽകുകയാണ്. ദാവീദിന്റെ പുത്രൻ ഹോസാന, ഇസ്രായേൽ രാജാവിനെ വരവേൽപ്പ് എന്ന രീതിയിലൊക്കെ അവർ സ്വയം പ്രേരിതമായ രീതിയിൽ യേശുവിനോടുള്ള ബഹുമാനവും ആദരവും, സാക്ഷാൽ ദൈവത്തിന്റെ അഭിഷിക്തനാണ് ഇവൻ എന്ന രീതിയിൽ ജനങ്ങള് ആഹ്ലാദത്തോടുകൂടെ സംസാരിക്കുന്നതായിട്ട് കാണുന്നു. യേശു അവരുടെ ആവേശവും ആത്മാർത്ഥതയും കണ്ട് അവരോടൊത്ത് സഹകരിച്ച് ദേവാലയത്തിലേക്ക് നീങ്ങുന്നു. വഴിമധ്യയെ കണ്ടെത്തിയ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു കയറിയിരിക്കുന്നു. പിന്നീടുള്ള യാത്ര ആ കഴുതക്കുട്ടിയുടെ പുറത്തായി. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണെന്ന് പിന്നീട് മനസ്സിലാക്കാനിട വരുന്നു. കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില ഉദ്ധരണികൾ ആവർത്തിക്കുന്നു. സിഹ്യോൻ പുത്രി, ഭയപ്പെടേണ്ട, നിങ്ങളുടെ രാജാവ് ഇതാ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ആഗതനാകുന്നു. ഇത് കേട്ട ശിഷ്യന്മാർക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് ശിഷ്യന്മാരിൽ ഒരുവനും ഈ സുവിശേഷം എഴുതിയ സുവിശേഷകനുമായ യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു വരുന്നു. ഈ പറയുന്നതിന്റെ പൊരുളൊന്നും അവർക്കന്ന് മനസ്സിലായില്ല. ആധികാരികമായിട്ടുള്ള രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പിൽ സംബന്ധിച്ചുകൊണ്ട് യേശു ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവവികാസങ്ങള്, ആ സംഭവവികാസത്തിൽ കൂടി ഉണ്ടായ ദാരുണമായ മരണവും സംസ്കാരവും അതിനുശേഷമുള്ള 3-ാം ദിവസമുള്ള ഉയർത്തെഴുന്നേൽക്കും ഒക്കെ കഴിഞ്ഞ് ശിഷ്യന്മാർ പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം മുൻകൂട്ടി ദൈവത്തിന്റെ പരിപാലനയിൽ പ്ലാൻ ചെയ്ത് സജ്ജീകരിച്ചിരുന്ന സത്യമായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുന്ന അപ്പോഴാണ് എന്ന് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരികയാണ്.